നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെറുതുരുത്തിയിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. ഉഴിച്ചിൽ വൈദ്യർ റോഡിന് സമീപം താമസിക്കുന്ന കടവത്ത് വീട്ടിൽ ഹൈദർ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് മാലയും വളയും മോതിരങ്ങളും അടങ്ങുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. രാവിലെ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മുറിയിൽ അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. ചെറുതുരുത്തി SI D ആനന്ദ്, SI K വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. ഡോറ് ചാരി വെച്ച രീതിയിലാണ് കണ്ടത്. അപ്പം തന്നെ എന്താ പറയുക, ആരോ കയറി ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. വേഗം ഞാൻ പോയിട്ട് അകത്ത് പോയപ്പോൾ അൽമറയുടെ ഡോറ് തുറന്നു കിടക്കണു, ഷെൽഫ് തുറന്നു കിടക്കണു, ഗോൾഡൊന്നും അതിലില്ല, ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോൾഡ് മാത്രം മൊത്തം എടുത്തിട്ട് പോയിക്കണ്. ഞങ്ങളുടെ റൂമിലത്തെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പത്തിന് അവിടെ നിന്ന് ആൾ വന്നു, ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഏകദേശം എൻ്റെ ഒരു 12 പവൻ എന്നുള്ളതാണ്. ഒരു വലിയൊരു മാല ഉണ്ട്, ഒരു 5 വള, പിന്നെ 2 കൈച്ചേന്, 3-4. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്ന് 80 ലക്ഷം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചെറുതുരുത്തി പോലീസ് ഇൻസ്പെക്ടർ ബോബി വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ കൊച്ചിൻ പാലത്തിന് സമീപം കാറിൽ കടത്തുകയായിരുന്ന 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹാൻസ് പിടിച്ചെടുത്തു. വാഹനം ഓടിച്ചിരുന്ന ഒറ്റപ്പാലം സ്വദേശി ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്തതോടെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വിതരണം ചെയ്യാനായി എത്തിച്ച ഹാൻസിന്റെ വൻ ശേഖരം പിടിച്ചെടുത്തത്. തുടർന്ന് പഴയന്നൂർ ഒറ്റപ്പാലം പോലീസിന്റെയും നേതൃത്വത്തിൽ മായന്നൂർ തീപ്പാറ അങ്ങലൂർ വീട്ടിൽ ചന്ദ്രശേഖരന്റെ മകൻ അനൂപിന്റെ വീട്ടിലെ കാർ പാർക്കിൽ ഓട്ടോറിക്ഷയിലും ഇന്നോവ കാറിലുമായി സൂക്ഷിച്ചിരുന്ന 9,000 ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്നാണ് ലോഡ് കണക്കിന് പുകയില എത്തിക്കുന്നത്. ഒറ്റപ്പാലം സ്വദേശിയായ റഷീദിന്റെ ആൾതാമസമില്ലാത്ത ഗോഡൌണിൽ നിന്ന് 1 ലക്ഷം ഹാൻസ് പാക്കറ്റും കണ്ടെത്തി. അതേസമയം പോലീസ് പരിശോധന നടത്തുന്നതറിഞ്ഞ് പ്രതി റഷീദ് മുങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് ഹാൻസ് ലോഡ് കൊണ്ടുവന്നതിന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു റഷീദ്. ചെറുതുരുത്തി ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സബ് ഇൻസ്പെക്ടർ DS ആനന്ദ്, സബ് ഇൻസ്പെക്ടർ K വിനു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത്, ഓഫീസർ ശ്രീദേവി, CPO അനൂപ്, CPO ജയകുമാർ, അനീഷ്, ജെനിമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഹാൻസ് പിടികൂടിയത്. നമ്മുടെ കൊച്ചിൻ ബ്രിഡ്ജിൻ്റെ സമീപത്ത് വെച്ചാണ് വൻ ലഹരി വേട്ട നടന്നത്. തുടർന്നും ഉള്ള പരിശോധനയിലും വീണ്ടും ലഹരി വേട്ടയുണ്ടായി. അപ്പോൾ ഏകദേശം 1 കോടി രൂപയോളം വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ആദ്യത്തെ സംഭവമാണ്. ഇത്ര വലിയൊരു രീതിയിലുള്ള ലഹരി വേട്ട ഈ പ്രദേശത്തുകാർ മുഴുവൻ എത്തിയിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പോലീസിൻ്റെയും അതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ അഭാവമാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിലെമ്പാടും വർദ്ധിച്ചിരിക്കുന്നത്. CCTV ന്യൂസ്, തളി. പട്ടാമ്പിയിൽ അവധിക്കാല അധ്യാപക പരിശീലന സംഗമത്തിന് തുടക്കമായി. 5 ദിവസങ്ങളിലായാണ് സംഗമം നടത്തുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പരിശീലനം നടക്കുന്നത്. അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായുള്ള പട്ടാമ്പി BRC തല അധ്യാപക പരിശീലന സംഗമം കഴിഞ്ഞ ദിവസം മുതലാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപക പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചു. 1000ഓളം അധ്യാപകരാണ് പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നത്. 28ഓളം ബാച്ചുകളിലായി 2 ഘട്ടങ്ങളിലായാണ് പരിശീലനം. മാത്രം ഇരട്ടിച്ചാൽ മതി, ബാക്കിയൊന്നും ഇരട്ടിക്കണ്ട അല്ലേ? സ്വർഗം എഴുതുമ്പോൾ ഇങ്ങനെ സ്വർഗം അർജുനൻ ഇങ്ങനെ എഴുതിയത് അല്ലേ? അതായത് ഇതൊന്നും കചടതയിൽപ്പെടുന്ന ആൾക്കാരല്ല. അതായത് കരം, അധികരം, മൃദു, ഘോഷം, പാലുനാസികം, കചടതവ, ഖജടതവ, ഗജടതവ, ഖജടതവ, അങ്ങനെ അങ്ങനെയാണോ? കാക്ക ഗംഗ ആരും പറയുന്നോ? കാക്ക ഗംഗ ചാച്ച ജാജ കാക്ക ദാഢ അങ്ങനെ പറയണം. കാക്ക ഗംഗ ചാച്ച ജഞ്ച കായിക ഗായിക ഗായിക തെക്കുന്നുള്ളൂ. ഒക്കെ തെറ്റാം. അതുകൊണ്ടാണ് കുട്ടി നമ്മളുടെ ഏത് സാറ്, ഏത് സാറ്, നമ്മുടെ ഏത് നോക്കിയ സാറായിരുന്നു, നമുക്കൊന്നുമല്ല.
മാറുന്ന പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനവും നൽകുന്നുണ്ട്. പുതിയ സാഹചര്യങ്ങളിൽ അധ്യാപക ശാക്തീകരണം ലക്ഷ്യമാക്കുകയാണ് പരിശീലനത്തിലൂടെ എന്ന് പട്ടാമ്പി VP മനോജ് പറഞ്ഞു. ഈ പരിശീലനത്തിൽ പട്ടാമ്പി 2 വേദികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പട്ടാമ്പി GUP സ്കൂൾ, പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ 2 വേദികളിലായിട്ട് 2 സ്പെല്ലിൽ 28 ബാച്ചിലാണ് പരിശീലനം നടക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറും. ആ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് ഹാൻഡ് ബുക്കും അധ്യാപകരെ പരിചയപ്പെടുത്തുന്ന സെഷനുകളാണ്. അതുപോലെ തന്നെ മാറിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ അധ്യാപകരെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പരിശീലനമാണ് നടക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, പോക്സോ നിയമങ്ങൾ, ബാലാവകാശം തുടങ്ങിയ സെഷനുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനമാണ് നടക്കുന്നത്. എല്ലാ വേദികളിലും അധ്യാപകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ഫാന്, കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പരിശീലന സമയം. എല്ലാ അധ്യാപകരും പട്ടാമ്പി BRC പരിധിയിലുള്ള എല്ലാ അധ്യാപകരും ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. 5 ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി നടക്കുന്നത്. രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് പരിശീലനം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല യൂണിറ്റ് ജനറൽ ബോഡി യോഗവും 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും തൃത്താല വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. KR ബാലൻ, TP ഷക്കീർ, കരീം കുമ്പിടി, ഷെബീർ ചാലിശ്ശേരി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി T മുജീബ് റഹ്മാൻ, ട്രഷറർ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി N സുബ്രഹ്മണ്യൻ പ്രസിഡന്റ്, K ബഷീർ ജനറൽ സെക്രട്ടറി, P മുരളി ട്രഷറർ എന്നിവർ അടങ്ങുന്ന 27-അംഗ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുകയും പുതിയ ഭരണസമിതിയെ എല്ലാ 2 വർഷക്കാലം കൂടുമ്പോഴും കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് തന്നെയാണ്, ആ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ സംഘടന കേരള സംസ്ഥാനത്ത് ഇന്നെത്തി നിൽക്കുന്ന ഒരു തലപ്പൊക്കത്തിന്, ഔന്നത്യത്തിന്, ഈ ഒരു സ്ഥാനത്തിന് കാരണമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏറെ പ്രാധാന്യം ഇന്ന് ഇവിടെ നടക്കുന്ന കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അവലോകനവും അത് സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ ഉയർത്തുന്ന ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം, വരവ് ചെലവ് കണക്കുകളുടെ പരിശോധന, അതിനുശേഷം നടക്കുന്ന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച CSA 2ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചൊവ്വാഴ്ച രാത്രി നടന്ന ഫൈനൽ മത്സരത്തിൽ ന്യൂ ബസാർ ഇസ ഗോൾഡ് ബേസ് പെരുമ്പാവൂർ ജേതാക്കളായി. 1-നെതിരെ 2 ഗോളുകൾക്ക് യൂറോ FC പട്നെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പാവൂർ ജേതാക്കളായത്. കഴിഞ്ഞ 27 ദിവസങ്ങളിലായി നടന്ന ഫൈനൽ മത്സരത്തിൽ ആയിരക്കണക്കിന് കായിക പ്രേമികൾ മൈതാനം കൈയടക്കി. ഗാലറി നിറഞ്ഞു കവിഞ്ഞതോടെ മൈതാനത്ത് ഇരുന്നും നിന്നുമാണ് സ്ത്രീകളും കുട്ടികളും കളി കണ്ടത്. മഞ്ഞുമൽ ബോയ്സിലെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള 10ഓളം പേർ വിശിഷ്ടാതിഥികളായി. കളിയുടെ 6ാം മിനിറ്റിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ഫ്രീ കിക്കിലൂടെ ലഭിച്ച തകർപ്പൻ ഷോട്ടിലൂടെ പട്ന ആദ്യ ഗോളടിച്ചു.
വാശിയേറിയ മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോൾ തിരിച്ചടിച്ചു. വാദ്യമേളങ്ങളും ആർപ്പുവിളികളുമായി ആയിരങ്ങൾ ഇരുവിഭാഗം ടീമുകൾക്ക് പിന്തുണ നൽകിയതോടെ കളി ആവേശമായി. 16 മിനിറ്റിൽ പെരുമ്പാവൂർ ഗോളടിച്ച ലീഡ് ഉയർത്തി. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചെങ്കിലും ഗോളുകൾ പിറന്നില്ല. ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫി ന്യൂ ബസാർ ബേസ് പെരുമ്പാവൂരും ഇസ ഗോൾഡൻ ഡയമണ്ട് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫി FC പട്നയും ഏറ്റുവാങ്ങി. ടൂർണമെന്റ് വിജയികൾക്ക് SFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, വാഹിദ്, വേണാട് മന നാരായണൻ നമ്പൂതിരിപ്പാട്, മിൻഷാദ്, അഷ്റഫ് തുടങ്ങിയവർ ചേർന്ന് സമ്മാനിച്ചു. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. CCTV ന്യൂസ്, തൃത്താല. ഞാങ്ങാട്ടിരി ചാക്കുരുത്തി വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. 21 വരെയാണ് സപ്താഹയജ്ഞം. ഞാങ്ങാട്ടിരി ചാക്കുരുത്തി വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചത്. മെയ് 14 മുതൽ 24 വരെയാണ് യജ്ഞം നീണ്ടു നിൽക്കുക. യജ്ഞത്തിലേക്കെത്തിയ വിശിഷ്ട വ്യക്തികളെ പൂർണ്ണകുംഭത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ അണ്ടലാടി കിരാതമൂർത്തി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. രാമൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം ചെയർമാൻ വിനയഗോപാൽ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ്, യജ്ഞാചാര്യൻ സ്വാമി ശങ്കര വിശ്വാനന്ദ സരസ്വതി മഹാരാജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രഭാഷണവും നടന്നു. എല്ലാ ദിവസവും യജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കലാപരിപാടികളും നടത്തി വരുന്നുണ്ട്. 22-ന് ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷവും കൊണ്ടാടും. ക്ഷേത്രതന്ത്രി അണ്ടലാടി പരമേശ്വര നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികളും ഉണ്ടായിരിക്കും. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഗമം പട്ടാമ്പി ഇവാനിയ ഗാർഡനിൽ വെച്ചാണ് നടത്തിയത്. നിലാവ് 2024 എന്ന പേരിലായിരുന്നു സംഗമം. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളെല്ലാവരും, നമുക്കറിയാം, നമ്മുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെതായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ സമയവും നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. പലപ്പോഴും അയൽ വീടുകളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചൊന്നും വലിയ ധാരണ നമുക്കുണ്ടാവില്ല. ഒരു കാലത്ത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോയവരാണെങ്കിലും ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിന്റെ വേഗത വർദ്ധിച്ചപ്പോൾ പരസ്പരം അറിയാതെയായി. ആ അറിയാതെ ആയതുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ പരിഹാരമാണ് ഇത്തരത്തിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ കൂട്ടായ്മകൾ, ഒരുമിച്ചുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ. ആ പ്രദേശത്തിന്റെ ആകെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ. നമ്മുടെ മുമ്പിലുള്ള പല വെല്ലുവിളികളും അതിന്റെ ഭാഗമായി നമുക്ക് പരിഹരിക്കാനും കഴിയും. നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ NB ഷൈജു, നഗരസഭ കൌൺസിലർ മോഹനൻ, മുൻ ചെയർമാൻ KP വാപ്പുട്ടി തുടങ്ങിയവർ മുഖ്യാതിഥിയായി. അസോസിയേഷൻ പ്രസിഡന്റ് അലി കാരിയട്ട് അധ്യക്ഷനായി. ചന്ദ്രമോഹനൻ, MK മുസ്താഖ്, മണികണ്ഠൻ, വിനയൻ, VT ഹംസ, K അൻവർ, E റഷീദ്, MP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും നൽകി. കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടനാട് കട്ടിൽമാടത്ത് ഓലഞ്ചേരി വളപ്പിൽ കൃഷ്ണൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. കുമാരി ഭാര്യയും രാധാകൃഷ്ണൻ മകനുമാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.